പ്രിയരെ നമസ്കാരം. ഇന്നത്തെ കാഴ്ചയിൽ കർക്കിടക മാസത്തിലെ പ്രധാനപ്പെട്ട ഒരു ഹൈന്ദവ വിശ്വാസത്തെപ്പറ്റി പറയാം. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം. പണ്ട് കർക്കിടക മാസത്തെ ദുരിതം പെയ്തിറങ്ങിയിരുന്ന കാലമായാണ് പരിഗണിച്ചിരുന്നത്. തോരാമഴ കർക്കിടകത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. തുള്ളി തോരാത്ത മഴയും തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ലാത്ത അവസ്ഥയും കൂടി ചേർന്ന് ഒരു വല്ലാത്തൊരു സാഹചര്യമായിരുന്നു അക്കാലത്തെ കർക്കിടകം. അന്നു മുതലേ കർക്കിടകമെന്ന ദുരിതകാലം താണ്ടുവാൻ ജനം ആത്മീയതയെ കൂട്ടുപിടിച്ചു. വായനയും മറ്റും, അതായത് അധ്യാത്മ രാമായണ വായനയും വീടുകളിൽ ആരംഭിച്ചത് ആ ഒരു സാഹചര്യത്തിലാണ്. മറ്റൊന്ന്, ജനങ്ങളുടെ ദുരിതങ്ങളും വിഘ്നങ്ങളും മാറുവാൻ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമാണ്. ദേശവാസികൾക്ക് ഐശ്വര്യമുണ്ടാകുന്നതിനായി മിക്ക ക്ഷേത്രങ്ങളിലും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്താറുണ്ട്. ഇന്ന് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പെരുവമൊഴി തേവർന്നടം മഹാദേവ ക്ഷേത്രത്തിൽ ദേശവാസികൾക്ക് കർക്കിടകത്തിൻ്റെ ദോഷങ്ങൾ നീക്കി ഐശ്വര്യം പ്രദാനം ചെയ്യുവാൻ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി. നാളികേരം, ശർക്കര, തേൻ, കരിമ്പ്, പഴം, എള്ള്, അപ്പം, അട എന്നിവയാണ് അഷ്ടദ്രവ്യങ്ങൾ. എന്നാൽ ചില പ്രദേശങ്ങളിൽ കരിമ്പ്, അരിപ്പൊടി, കദളിപ്പഴം, അവൽ, എള്ള്, മോദകം, നാളികേരം, മലർ തുടങ്ങിയവയാണ് ഉപയോഗിക്കുന്നത്. നാളികേരമായി കൊട്ടത്തേങ്ങയാണ് ഉപയോഗിക്കുന്നത്. അരി വറുത്തു പൊടിച്ചെടുക്കുന്നതാണ് മോദകം. ഇന്നിവിടെ മുഖ്യ കാർമ്മികനായത് ക്ഷേത്രം മേൽശാന്തി പട്ടിമറ്റ അമ്പലത്തുമഠം സുബ്രഹ്മണ്യം പോറ്റിയാണ്. ഉപശാന്തിമാരായി പുത്തൻമഠം പരമേശ്വരൻ പോറ്റിയും പുത്തൻമഠം അരുൺ നമ്പൂതിരിയും അനന്തകൃഷ്ണൻ നമ്പൂതിരിയും നിന്നു. ദേശവാസികളായ നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. കർക്കിടകത്തിൽ ജനങ്ങൾ രോഗപീഠകൾ കൊണ്ടും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. നിലച്ചിരിക്കാതെ വിയോഗങ്ങളും ഇക്കാലത്ത് സംഭവിക്കാറുണ്ട്. ആയതിനാൽ മൃത്യുഞ്ജയ ഹോമവും ഇവിടെ നടത്തിയിരുന്നു. ഇനി ഐശ്വര്യപൂർണതയോടെ ദേശവാസികൾക്ക് ചിങ്ങപ്പുലരിയെ വരവേൽക്കാം. എന്തായാലും ഈ ചടങ്ങുകൾ കൊണ്ട് ദേശവാസികളായ വിശ്വാസികൾക്ക് കിട്ടുന്ന പോസിറ്റീവ് എനർജി ചെറുതല്ല. എല്ലാം നന്മയായി ഭവിക്കട്ടെ. ഇനി മറ്റൊരു കാഴ്ചയുമായി വരുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.